ഹായ്, വെൽക്കം ബാക്ക് ടു ജേഷീസ് വ്ളോഗ്. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു പുതിയ മോഡല് ബന്ധാനയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ 2 ദിവസം മുന്നേ ഇട്ടുണ്ടായിരുന്ന ഒരു ബന്ധാന ഗ്രാനി സ്റ്റിച്ച് പാറ്റേണിലുള്ളത്. ഇത് അതുപോലെയല്ല, കുറച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതാണ്. ഇന്ന് ഈ കുറച്ചൊരു ചെറിയ സൈസിലുള്ള ബന്ധാനയാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസും അറിയിക്കണം കേട്ടോ. അപ്പോൾ തുടങ്ങാം. അപ്പോൾ നമുക്ക് ഈ ബന്ധാന ചെയ്ത് തുടങ്ങാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഒരു അക്രിലിക് യാം തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 3.5 mm ഹുക്ക്. എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഈ സൈസാണ്, അതുകൊണ്ടാണ് ഞാനിതിൽ എപ്പോഴും ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. എന്നിട്ട് നമ്മളൊരു മാജിക് സർക്കിൾ ഇട്ടിട്ട് തുടങ്ങാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു മാജിക് സർക്കിൾ ഇട്ടു. അതിലിനി 3 ചെയിൻ ഇടുകയാണ് കേട്ടോ. 1 2 3 ചെയിൻ ഇട്ടു. ഇനി ഈ മാജിക് സർക്കിളിൽ നമ്മൾക്ക് ഒരു 5 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ ഈ 3 ചെയിൻ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 1 2 3 5-ാമത്തെ ചെയ്തു. അപ്പോൾ ഉണ്ടോ, ഈ 3 ചെയിൻ ഇട്ടു, പിന്നെ 5 ഡബിൾ ക്രോഷ്യ, അപ്പോൾ ടോട്ടൽ 6 ആയി. ഇനി 3 ചെയിൻ 1 2 3 ചെയിൻ ഇട്ടിട്ട് ഈ മാജിക് സർക്കിളിൽ വീണ്ടും നമുക്കൊരു 6 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇങ്ങനെ ഇപ്പോൾ 1 ചെയ്തു, ഇനി 5 കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 6 ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഇവിടെ 3 ചെയിൻ അടക്കം ഇവിടെ 3 ചെയിൻ ഇട്ടു, പിന്നെ 5 ഡബിൾ ക്രോഷ്യ. അപ്പോൾ അങ്ങനെ ഇവിടെ 6 ആയി. ഇവിടെ ഈ സൈഡിൽ നമ്മൾ 6 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. നടുവിൽ 3 ചെയിൻ കേട്ടോ. ഇനി ഈ മാജിക് സർക്കിൾ നമുക്ക് ക്ലോസ് ചെയ്യാം. മാജിക് സർക്കിൾ ക്ലോസ് ചെയ്തു. ഇനി നമ്മളിതിനെ ഇങ്ങോട്ട് ടേൺ ചെയ്യാം. എന്നിട്ട് അത് 3 ചെയിൻ ഇടുക കേട്ടോ. 1 2 3 ചെയിൻ ഇട്ടു. ഇനി ഈ ഫസ്റ്റ് ഈ 3 ചെയിൻ ഇട്ട ഈ സ്പേസിൽ തന്നെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. അതായത് ആദ്യം 2 ഡബിൾ ക്രോഷ്യ, അതാണ് അതിൻ്റെ കണക്ക്. അതിനാണ് 3 ചെയിനും ഒരു ഡബിൾ ക്രോഷ്യ, കണ്ടില്ലേ? ഇനി ഒരു ചെയിൻ ഇടുക. എന്നിട്ട് ഇത് സ്കിപ്പ് ചെയ്തിട്ട് ഈ ഫസ്റ്റ് ആദ്യത്തേൽ നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞ് സെക്കൻഡ് ഇത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിൽ ഒരു ഡബിൾ ക്രോഷ്യ. ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പാറ്റേൺ ആണ് കേട്ടോ. കാണുമ്പോൾ വളരെ സിമ്പിളാണ്. പിന്നെ ഒരു ചെയിൻ ഇടുക. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു, ഒരു ചെയിൻ ഇടുക. അങ്ങനെയാണ് ഈ റോ കംപ്ലീറ്റ്. അങ്ങനെയാണ് ഒരു ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ. ഫസ്റ്റിൽ 2 ഡബിൾ ക്രോഷ്യ, അത് കഴിഞ്ഞാൽ ഒരു ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ, ചെയിൻ, ഡബിൾ ക്രോഷ്യ, അങ്ങനെ സ്കിപ്പ് ചെയ്താണ് ചെയ്യുന്നത്. ഇനി ഒരു ചെയിൻ ഇട്ടു. ഇനി ഇത് സ്കിപ്പ് ചെയ്തിട്ട് ഇതിലാണ് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. അങ്ങനെ ഈ റോയിൽ ഇങ്ങനെ സ്കിപ്പ് ചെയ്താണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇനി ഒരു ചെയിൻ ഇട്ടു. ഇത് സ്കിപ്പ് ചെയ്തിട്ട് ഈ ചെയിൻ സ്പേസിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇങ്ങനെ ഇപ്പോൾ 2 ചെയിൻ സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി 3 ചെയിൻ ഇടുക. 1 2 3 ചെയിൻ ഇടുക. എന്നിട്ട് ഈ സ്പേസിൽ തന്നെ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ. ഇനി ഒരു ചെയിൻ ഇടുക. ഇത് ആദ്യത്തെ സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റിൽ ഒരു ഡബിൾ ക്രോഷ്യ. വീണ്ടും ഒരു ചെയിൻ ഇടുക. അടുത്ത് സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റിൽ ഡബിൾ ക്രോഷ്യ. വീണ്ടും ഒരു ചെയിൻ ഇടുക. ഇത് വിട്ടിട്ട് ഈ തുടങ്ങിയിട്ടുള്ള 3 ചെയിൻ ഇട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിൽ 3-ാമത്തെ ചെയിനിൽ നമ്മൾക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. അതിൽ തന്നെ 1 കൂടി ചെയ്യണം കേട്ടോ. സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യാം.
അപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ കണ്ടില്ലേ? അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിൽ വരുമ്പോൾ നോക്കിയാലറിയാം, ഇത് നമ്മൾ 6 ഡബിൾ ക്രോഷ്യ ഇട്ടു. ഇത് രണ്ട് സൈഡിലും 12, ടോട്ടൽ 12, ഇവിടെയും 6 ഇവിടെയും 6, അങ്ങനെ 12 ഡബിൾ ക്രോഷ്യ. ഈ 12 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞ് പിന്നെ ഇവിടെ വരുമ്പോൾ ഈ ഡബിൾ ക്രോഷ്യ എണ്ണി രണ്ട് സൈഡിലും എണ്ണി നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. ഉണ്ടോ? ഇവിടെ ഈ സൈഡിലും 6 ആണ് വരുന്നത്. 1 2 3 4 5 6. ഇവിടെ അതെ 1 2 3 4 5 6. ഇനി നമ്മൾ അടുത്ത റോയിൽ ചെയ്തു വരുമ്പോൾ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും വരിക. ഇതിപ്പോൾ 6 എണ്ണല്ലേ ഇവിടെ വന്നിരിക്കണേ. ഇനി ഇവിടെ വരുമ്പോൾ 12 എണ്ണം വരും. ഈ സൈഡിലും 12 എണ്ണം വരും. മനസ്സിലായ? അങ്ങനെയാണ്. അതായത് ഇവിടെ ചെയ്യുന്നതിൻ്റെ ഇരട്ടിയായിട്ടാണ് ഈ റോ വരിക. ഇനി അടുത്ത റോ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇനി നമുക്ക് വീണ്ടും ഒരു 3 ഡബിൾ ക്രോഷ്യ ഇടുക, 3 ചെയിൻ ഇടുകയാണ്. 3 ചെയിൻ ഇട്ടിട്ട് ഇത് ടേൺ ചെയ്തു. എന്നിട്ട് ഈ ഫസ്റ്റ് ഈ സ്പേസിൽ തന്നെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ, അതായത് തുടങ്ങുമ്പോൾ എപ്പോഴും ഫസ്റ്റിൽ 2 ഡബിൾ ക്രോഷ്യ, അതായത് ഒരു ചെയിനും ഒരു ഡബിൾ ക്രോഷ്യ. അതുപോലെ തന്നെ അവസാനിക്കുമ്പോഴും അവസാനത്തെ സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷ്യ വരണം, ഇല്ലെങ്കിൽ തെറ്റിട്ടോ. ഇനി എല്ലാ ഈ സ്പേസിലും നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇതേപോലെ ചെയ്തു. ഈ ചെയിൻ സ്പേസ് ഉണ്ടല്ലോ അതിൽ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഈ ഗ്യാപ്പിൽ ഇങ്ങനെ ഇട്ടിട്ട് പോവാം. ഞാനിപ്പോൾ ഇത് ഈ ചെയിൻ്റെ മുകളിൽ തന്നെ ചെയ്തിട്ട് പോവാണ്. അതായിരിക്കും കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടുന്നത്. ഇതിപ്പോൾ എല്ലാറ്റിലും ചെയ്തു. എല്ലാ ചെയിൻ്റെ മുകളിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ 3 ചെയിൻ സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. 3 ചെയിൻ സ്പേസിൽ എപ്പോഴും 2 ഡബിൾ ക്രോഷ്യ, പിന്നെ 3 ചെയിൻ, വീണ്ടും 2 ഡബിൾ ക്രോഷ്യ, അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ 3 ചെയിൻ ഇട്ടു. ഇനി വീണ്ടും ഇതിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ സെക്കൻഡ് റോയിൽ നമുക്ക് 6 ഡബിൾ ക്രോഷ്യാണ് വന്നിട്ടുള്ളത്. ഇനി ഇവിടെ എണ്ണി നോക്കിയിട്ടുണ്ടെങ്കിൽ 1 2 3 4 5 6 7 8 9 10 11 12 എണ്ണം കിട്ടി. കണ്ടില്ലേ? അപ്പോൾ അത് തെറ്റരുത്. ഇവിടെ ഈ വരുന്നതിൻ്റെ ഈ എത്ര ഡബിൾ ക്രോഷ്യ ഇവിടെ വന്നിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടിയായിരിക്കും ഈ റോയിൽ നമുക്ക് കിട്ടുക. ഇനി 3 ചെയിൻ കഴിഞ്ഞു, 2 ഡബിൾ ക്രോഷ്യ ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ സൈഡിൽ ചെയ്ത പോലെ തന്നെ ഇവിടെയും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ലാസ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യാണ് ഇടുന്നത്. അപ്പോൾ ഇത് ഈ റോയും ചെയ്തെടുത്തു. അപ്പോൾ നോക്കൂ, ഈ സൈഡിൽ ഞാൻ 12 എണ്ണം എണ്ണിയില്ലേ, അതുപോലെ തന്നെ ഇതിലും 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം. ഇല്ല ഇതിലിപ്പോൾ 11 തന്നെ വന്നിട്ടുള്ളൂ വെച്ചെങ്കിൽ നമ്മൾ ഇനി നെക്സ്റ്റ് റോ ഇതാണ് ചെയ്യാൻ പോണത്. അപ്പോൾ എണ്ണം കറക്റ്റ് ആവില്ല, ഇതിൻ്റെ ഷേപ്പൊക്കെ മാറും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളിത് ഫുൾ ടൈം ഇതിന് നല്ല ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ്, അല്ലെങ്കിൽ അത് തെറ്റിപ്പോവും. ഇതെങ്ങനെ കെയർലെസ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ അല്ല. ഇപ്പോൾ ഈ ബന്ധാനയുടെ ട്യൂട്ടോറിയൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണെങ്കിൽ ഗ്രാനി സ്റ്റിച്ച് ആണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ണടച്ചിരുന്ന് ചെയ്തു പോകാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ്. പക്ഷെ അതുപോലെയല്ല ഇത് കെയർലെസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കിട്ടും നമുക്ക്. പിന്നെ ഇത് എവിടെയാണ് ഈ മാറ്റം വന്നതെന്ന് ഒട്ടും പിടികിട്ടില്ല. ആകെ തല പോയിക്കേണ്ട ഒരു അവസ്ഥയാവും. അത് എത്ര എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരാണെങ്കിൽ പോലും ഇത് ഇത്തിരി ഒരു പണി തരുന്ന ഒരു പാറ്റേൺ ആണ്. പക്ഷെ സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം എന്ന് മാത്രം. ഇനി അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യാണ്. 3 ചെയിൻ ഇടുക, ടേൺ ചെയ്യാം. എന്നിട്ട് ഇതിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. പിന്നെ ഒരു ചെയിൻ ഇടുക. എന്നിട്ട് ആദ്യത്തെ സ്കിപ്പ് ചെയ്യുക. രണ്ടാമത്തേൽ നമ്മൾ ഡബിൾ ക്രോഷ്യ, വീണ്ടും സ്കിപ്പ് ചെയ്യുക. അല്ല, ഒരു ചെയിൻ ഇടുക, സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിൽ, അങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ നമുക്ക്. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഇവിടെ സെൻറ്ററിൽ വരുമ്പോൾ 2 ചെയിൻ, അല്ല 2 ഡബിൾ ക്രോഷ്യ, 3 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ. ഇതിൽ വീണ്ടും ഇവിടെ ചെയ്ത് തന്നെ സെയിം ഇപ്പുറത്തും റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഈ റോയും ചെയ്തെടുത്തു, ഞാൻ സ്കിപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതിലെത്തുമ്പോഴും ഇത് എണ്ണി നോക്കൂ. 1 2 3 4 5 6 7 8 9
9 ഡബിൾ ക്രോഷയാണ് ഇവിടെ ടോട്ടൽ വന്നിരിക്കുന്നത്. ഇവിടെ നോക്കൂ, 1 2 3 4 5 6 7 8 9 9 കിട്ടിയില്ലേ. ഇനി ഇതിൻ്റെ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നമ്മൾ 6 ആണല്ലോ, 1 2 3 4 5 6 ഈ സൈഡിൽ 6 തന്നെയല്ലേ. ഇതിനെ കൂടി ഒരു 3 കൂട്ടുമ്പോൾ, അതായത് ഇവിടെ 3 ആഡ് ചെയ്താണ് ഈ റോയിൽ വരിക. ഇത് സ്കിപ്പ് ചെയ്ത റോയിൽ 3 ആഡ് ചെയ്താണ് വരിക. ഇവിടെ 6 ഇവിടെ ഇപ്പോൾ 9 1 2 3 4 5 6 7 8 9 മനസ്സിലായ? അങ്ങനെയാണ് എല്ലാ ഇതിലും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നോക്കൂ, ഇതിൻ്റെ ഈ റോ 9 ആണ്. 1 2 3 4 5 6 7 8 9 ഇത് 9 വന്നിരിക്കണം. ഇനി അടുത്ത് ഈ റോ വരുമ്പോൾ 3 ആഡ് ചെയ്ത് വന്നിരിക്കണം കാണാം. 1 2 3 4 5 6 7 8 9 10 11 12 കണ്ടോ? അപ്പോൾ 3 ആഡ് ചെയ്ത് വന്നു. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അപ്പോൾ ഈ സ്കിപ്പ് ചെയ്ത് വരുന്നതെല്ലാം 3 ആഡ് ചെയ്താണ് വരിക. അതുപോലെ തന്നെ ഇത് വരുന്നത് ഇതിന്റെ ഈ സ്കിപ്പ് ചെയ്ത റോയുടെ എത്ര ആണോ, അപ്പോൾ ഇവിടെ 9 ആവുമ്പോൾ ഇത് വരുമ്പോൾ 18 ആയിരിക്കും. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 കണ്ടോ? ഇതിവിടെ 18 ഇപ്പൊ ഇവിടെ വന്നപ്പോ 12 എന്ന് പറഞ്ഞില്ലേ. ഈ 12ന്റെ ഇരട്ടി 24 ആയിരിക്കും ഇവിടെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 കണ്ടോ? ഇങ്ങനെയാണ്. അപ്പൊ ഇത് ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. അപ്പൊ നമുക്ക് കണക്ക് തെറ്റില്ല കേട്ടോ. ചെയ്തു വരുമ്പോൾ എണ്ണം തെറ്റരുത്. എവിടെയെങ്കിലും ഒരെണ്ണം തെറ്റിപ്പോയോ പെട്ടു നമ്മള്. അത് പെട്ടെന്ന് അറിയും ചെയ്യില്ല നമ്മളിത്. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും എത്തുമ്പോഴാണ് ഇതിന്റെ ഷേപ്പ് കോടികൊണ്ടൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോഴും നമ്മൾ ആലോചിക്കും ഇതിപ്പോ എന്താ പറ്റിയെന്ന്. അപ്പൊ എവിടെയെങ്കിലും ആയിരിക്കും നമ്മളിങ്ങനെ ഓരോ റോ ബാക്കിൽ എണ്ണി പോയി ചിലപ്പോൾ കുറെ 2-3 റോ ബാക്കിലായിരിക്കും തെറ്റിയിട്ടുണ്ടാവുക. അപ്പൊ അത്രയും കഴിച്ച് നമ്മൾ വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമേ നന്നായി എല്ലാ സ്റ്റെപ്പും ശ്രദ്ധിച്ച് ചെയ്യാം. അതിന് വീണ്ടും അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ 3 ചെയിൻ ഇട്ടു. എന്നിട്ട് ആ സ്പേസിൽ തന്നെ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തു. പിന്നെ അടുത്ത റോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും ചെയ്തു പോകുന്നതാണ്. അപ്പോൾ ആദ്യം ഒരു ചെയിൻ ഇടുക, 3 ചെയിൻ ഇടുക, അതിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ കൊടുക്കുക. വീണ്ടും എല്ലാ ചെയിനിലും നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്ത് പോവുക. മനസ്സിലായോ? സെൻറ്ററിൽ ഈ ഇങ്ങനത്തെ 2 റോയ്ക്കും അതെ സെൻറ്ററിൽ എത്തുമ്പോൾ ഈ 3 ചെയിൻ സ്പേസിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്യും. 3 ചെയിൻ 2 ഡബിൾ ക്രോഷ്യ അങ്ങനെയാണ് ചെയ്തു പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ള ഒരു ബന്ധനയ്ക്ക് ആവശ്യമുള്ള അത്രയും ലെങ്ത്തിൽ നമുക്ക് ഇതിന് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാത്തിലും ചെയ്തെടുക്കാം. പിന്നെ ഈ യാണൊക്കെ ഞാൻ സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ. ഈ മൾട്ടി കളർ യാൺസ് ഞാൻ എൻ്റെ ട്യൂട്ടോറിയലിൽ കാണിക്കുന്ന യാൺസ് എല്ലാം ഞാൻ സെയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം. സ്റ്റോക്കുള്ളതിനനുസരിച്ച് ഞാൻ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഈ ബന്ധന ഓൾമോസ്റ്റ് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് ആവശ്യത്തിനുള്ള സൈസിന് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ ഇത് ഇത്രയും സൈസിലല്ല ചെയ്തിരിക്കുന്നത്, കുറച്ച് ചെറുതാണ്. കാരണം കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പാകത്തിന്. ഇത് നമുക്ക് ചെയിൻ ഇട്ടിട്ട് കൊണ്ടുപോകാം. കാരണം ഒരു സൈഡിൽ കെട്ടാനുള്ളതാക്കാം നമുക്ക്. ഒരു ഇപ്പോൾ വലിയവർക്ക് ആകുമ്പോൾ ഒരു 50 ചെയിൻ എടുക്കാം. ചെറിയ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഒരു 30-35 ചെയിൻ എടുത്താൽ മതി. അപ്പോൾ ഒരു 35 ചെയിൻ ഇട്ടുണ്ട്. ഇനി ഇവിടുന്ന് കൊണ്ട് ഇതിലേക്ക് ഒരു തേർഡ് ചെയിൻ 1 2 3യിലേക്ക് നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ, ഒരു 4 ഡബിൾ ക്രോഷ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു അവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടും. അറ്റം അങ്ങനെ വരാൻ വേണ്ടിയിട്ട് 2 or 3 കൊടുത്താൽ മതി. 1 2 3 കൊടുക്കുന്ന ഞാൻ എന്നിട്ട് അതിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. കണ്ടോ? ഇതൊരു റൗണ്ടായില്ലേ? അത്രയും ചെയ്താൽ മതി. പിന്നെ എല്ലാത്തിലും സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് തന്നെ ബാക്കിലേക്ക് പോവുക കേട്ടോ. അതായത് ഇവിടെ ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഇതുവരെ എത്തി. ഇനി നമുക്ക് ഈ ഒരു ബോർഡറാണ് കൊടുക്കേണ്ടത്. കണ്ടോ? ഈ ഒരു ബോർഡർ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെയായിട്ട് ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ജോയിൻ ചെയ്തല്ലോ. ഇനി അടുത്തതിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ഇടുക.
2 ചെയിൻ, സെയിം ഇതിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ കൂടി. ഇനി ഒരെണ്ണം സ്കിപ്പ് ചെയ്യുക. നെക്സ്റ്റിൽ ഒരു സിംഗിൾ ക്രോഷ്യ ഇടുക, 2 ചെയിൻ, വീണ്ടും ഒരു അതിൽ തന്നെ സിംഗിൾ ക്രോഷ്യ. മനസ്സിലായോ? അതായത് ഇത് ചെയ്തിട്ട് ഒരെണ്ണം സ്കിപ്പ് ചെയ്യുക, അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷ്യ ഇടുക, 2 ചെയിൻ, സെയിം സിംഗിൾ ക്രോഷ്യ ഇട്ടതിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ കൂടി ചെയ്യുക. ഇനി ഒന്ന് സ്കിപ്പ് ചെയ്യുക, നെക്സ്റ്റിൽ ഒരു സിംഗിൾ ക്രോഷ്യ, 2 ചെയിൻ, സെയിം സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ കൂടി. പിന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യുക, അടുത്തതിൽ വീണ്ടും ഇതുപോലെ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ, 2 ചെയിൻ, വീണ്ടും സിംഗിൾ ക്രോഷ്യ. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഇതുപോലൊരു പീക്ക്ഡായിട്ട് ഇങ്ങനെ വരും. നല്ല ഭംഗിയാണ്. ഇങ്ങനെയാണ് ഇത് ഫുള്ള് നമുക്ക് അങ്ങനെ ചെയ്തു പോവാം കേട്ടോ. ഇവിടെയും എല്ലാം അങ്ങനെ തന്നെ ചെയ്തു പോവാം. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ഇങ്ങനെ ബോർഡർ ചെയ്തെടുത്തു കേട്ടോ. ചെയ്തെടുത്ത് ഈ അറ്റമലെത്തി ഇവിടുന്ന് ഇങ്ങോട്ട് വീണ്ടും നമ്മളിവിടെ അത് കട്ട് ചെയ്യുന്നൊന്നുമില്ല. അത് കണ്ടിന്യൂഷനായിട്ട് തന്നെ നമ്മൾ ചെയിൻ ഇട്ടിട്ട്, ഇനി ഫസ്റ്റ് ചെയിൻ ഇട്ടില്ലേ അതേപോലെ തന്നെ ഒരു ഇത് ത്രെഡ് കട്ട് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. ആ കണ്ടിന്യൂ ചെയ്ത് വരികയാണ്. 3 ചെയിൻ ബാക്കിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ഒരു റൗണ്ട് അവിടെ ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ബാക്കിലേക്ക് ഈ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ബാക്കിലേക്ക് വരിക. അപ്പോൾ ഇവിടെ എത്തും. എന്നിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് ത്രെഡ് കട്ട് ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. ഇതിവിടെ ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോൾ ഈ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ബാക്കിലേക്ക് വന്നില്ലേ, ഇനി ഇവിടെ എത്തിയ ഈ ത്രെഡിനെ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്ത് ഇതിനോട് വലിക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ഇത് ടേപ്പ് സ്ട്രീ നീഡിൽ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഒന്നുകൂടി ഇട്ടിട്ട് ഒന്നുകൂടി ടൈറ്റാക്കുക. ഇനി ടേപ്പ് സ്ട്രീ നീഡിൽ ഉപയോഗിച്ചിട്ട് ഇതിന് ഉള്ളിലേക്ക് കൊടുക്കുക, ഇതിന് ഉള്ളിലേക്ക് കൊടുക്കുക. പിന്നെ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസൊക്കെ ഇടണം. എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുക്കും. ഇങ്ങനത്തെയൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളതല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി പഠിക്കട്ടെ കേട്ടോ. പിന്നെ ഇതിങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ മേലിലേക്ക് കയറി വരുന്ന പോലെ തോന്നും. അതൊന്നും കുഴപ്പമില്ല, നമ്മളൊന്ന് വലിച്ച് കറക്റ്റാക്കി കൊടുത്താൽ മതി കേട്ടോ. കറക്റ്റായി നിന്നോളും. അപ്പോൾ നമ്മുടെ ബന്ധന ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത് ഞാൻ ആദ്യം ചെയ്ത വലിയതാണ്. വലിയ കുട്ടികൾക്ക് വലിയവർക്കും ചെയ്യാൻ പറ്റുന്ന ഇടാൻ പറ്റുന്ന. ഇത് കുറച്ച് ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ മൾട്ടി കളേഴ്സും ഞാൻ സെയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. കണ്ട പിന്നെ ഞാൻ ചെയ്യുന്ന പ്രോഡക്റ്റുകളും ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം. അത് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. ഉണ്ടല്ലേ? ഇപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് തെറ്റാതെ ചെയ്തെടുക്കുക. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ബൈ.